ഇത് മീൻകറിക്ക് അരയ്ക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു മീൻകറിയുടെ റെസിപ്പി പറഞ്ഞില്ലേ, മുളക് അരച്ചിട്ട്, അതുപോലെയാണ് ഇവിടെയും. ഇത് മല്ലിയും അങ്ങനെ തന്നെയാണ്. മല്ലിയും മുളകും കൂടെ ഇവരിങ്ങനെ തിളപ്പിച്ച് ചൂടാക്കി അങ്ങനെ വെച്ചിരിക്കുക. അപ്പോൾ നല്ല കുതിർന്നിട്ടായിരിക്കണം. പിന്നെ നേരെ അരച്ചാൽ മതി. ഇതാണ് മീൻകറിയുടെ കൂട്ട്. വറക്കാനുള്ള മീൻ പുരട്ടി വെച്ചേക്കണേ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇവിടുത്തെ ഒരു മസാല കൂട്ട് ഭയങ്കര സ്പെഷ്യലാണ്. വറുത്ത് കഴിയുമ്പോഴും ഇങ്ങനെ പൊടി പൊടി പോലെ ഉണ്ടാവും. എല്ലാ മീനും ഇങ്ങനെ തന്നെ എല്ലാ സാധനങ്ങളും ചേർത്ത് അരച്ച്, മുളക് പൊടി അങ്ങനെയല്ല, അല്ലാണ്ട് എല്ലാം മുഴുവൻ അരയ്ക്കും. മീൻ പുരട്ടാൻ വേണ്ടി അരച്ച് വെച്ചേക്കണ അരപ്പാണ് കേട്ടോ ഇത്. തിരുവനന്തപുരം സ്റ്റൈൽ മീൻകറി. അപ്പോൾ അതിനെ മുരിങ്ങക്കായും തക്കാളിയും മുളകും സവാളയൊക്കെ കൂടെ വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ എന്നാ മീനാ വയ്ക്കാൻ പോണേ കറി? ചാള. നമസ്കാരം, തിരുവീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത്. ഇത് വേളി ടൂറിസ്റ്റ് വില്ലേജ് എന്ന് പറയും. തിരുവനന്തപുരം കാണാൻ വരുമ്പോൾ എല്ലാവരും തന്നെ വരുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. ഇവിടുത്തെ നല്ല ഭംഗിയാണ്, കടലും കായലും ഒക്കെ കൂടി കൂടിച്ചേരുന്ന കാഴ്ച കാണാൻ. അപ്പം അതിൻ്റെ തൊട്ടടുത്തായിട്ട് വീട്ടിലെ ഊണ്. നമുക്ക് ഒരു മെയിൽ വന്നതാണ്. അപ്പം ഞാൻ കുറച്ച് ദിവസമായി വന്നിട്ട് കടയെ പറ്റിയും നല്ല ഭക്ഷണമാണെന്നും കടയുടെ ഫോട്ടോയും ഫോൺ നമ്പർ ഉൾപ്പെടെയാണ് എനിക്ക് അയച്ചു തന്നത്. ശബരിനാഥ് എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ടിൽ നിന്ന്. അപ്പോൾ ഞങ്ങളങ്ങനെ ഇന്ന് ഇവിടുത്തെ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വെച്ചാൽ ഇവിടെ മീൻ വറക്കണതൊക്കെ ഒരു പ്രത്യേക മസാലയാണ്. അതുപോലെ തന്നെ മീൻകറി ആയാലും ഒന്നും പൊടികളല്ല, ഈ മല്ലിപ്പൊടി മുളക് പൊടി അതല്ല, എല്ലാ സാധനവും ഇങ്ങനെ അരച്ച് ചേർക്കുന്നത്. അത് എൻ്റെ ഒരു മീൻകറി റെസിപ്പിയാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് വെക്കണത് ഇതുവരെ കണ്ടിട്ടില്ല, പക്ഷെ ഇവിടെ അങ്ങനെയാണ് വെക്കുക. ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത്. കറികളെല്ലാം റെഡിയായി കഴിഞ്ഞു കേട്ടോ. ഇതാ സാമ്പാറുണ്ട്, പിന്നെ ഉള്ളത് രസം, അവിയൽ, നെല്ലിക്ക അച്ചാറാണ് കേട്ടോ, ബീട്രൂട്ടും ക്യാരറ്റും കൂടെ ചേർത്തുള്ള തോരൻ. അപ്പോൾ അതേ നല്ല വെന്തുടഞ്ഞ കപ്പയും ഉണ്ട് ചോറിൻ്റെ കൂടെ. ഇത് കുടിക്കാൻ വേണ്ടിയുള്ള കഞ്ഞിവെള്ളം. ചോറ് പാർസൽ പൊതിയാണ് കേട്ടോ. അപ്പോൾ കറികളും ചോറും എല്ലാം വാഴയില തന്നെയാണ് കൊടുക്കണേ. അപ്പോൾ ഇതാ മീൻ കൂട്ടാൻ വന്നു. ഇവിടെ ആണെങ്കിൽ സാധാരണ മീൻ വറുത്തത് കുറേയും കാണുമേ, ഒരു 4-5 കൂട്ടം ഒക്കെ, പിന്നെ കണവയും കൊഞ്ചുമൊക്കെ ആയിട്ട്. പക്ഷെ ഇപ്പോൾ മീൻ ഭയങ്കര ക്ഷാമമായതുകൊണ്ട് ഇന്നാകെ ചാളയും ഈ കൊഴുവയും മാത്രമേ ഉള്ളൂ. അപ്പോൾ കൊഴുവ കറി വെച്ചു, പിന്നെ കൊഴുവ വറുത്തതും ഉണ്ട്, ചാള വറുത്തത്, ഇത്രയേ ഉള്ളൂ കേട്ടോ. നമുക്കൊരു കൊഴുവ വറുത്തത് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് മുളകും മല്ലിയും കൂടെ അരച്ച് വെച്ച മീൻകറി. മീൻകറിക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ, 5 കൂട്ടമുണ്ട് ഒഴിക്കാൻ, പക്ഷെ മീൻകറിക്കാണ് ആൾ കൂടുതൽ. ഓ അടിപൊളി. വരെ സംബന്ധിച്ച് പണി കുറച്ച് ബുദ്ധിമുട്ടാകാൻ ഇതൊക്കെ കുതിർത്തി അരച്ച് ഒക്കെ എടുക്കണ്ടേ. മീൻ കൊഴുവ മതി, തൊലി മതി ചേച്ചി. അപ്പോൾ ഇതിങ്ങനെ മീനും കൂടെ വറുത്തിട്ടുള്ള ഊണാണ് 130 രൂപയ്ക്ക്. ഈ മീൻ വറുത്തതിലുള്ള പൊടി കണ്ടോ? ഇത് കഴിക്കാൻ വേണ്ടിയിട്ടേ കുറേ മനുഷ്യന്മാർ വരും അത്ര. പൊടി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. അതാണ് ആ ചതച്ച മസാല ആദ്യം കാണിച്ചു തന്നില്ലേ, അത് ഇതിനകത്തിട്ട് വറുത്ത് ചെയ്യുമ്പോൾ അങ്ങനെ ഇരിക്കും. ഭയങ്കര സ്വാദാണ് കേട്ടോ, അടിപൊളിയാണ്. ഈ മീൻകറിയും ഈ മീൻ വറുത്തത്, ഇത് രണ്ടുമാണ് ഇവിടുത്തെ സ്പെഷ്യൽ. രണ്ടിലും പൊടികളല്ല ചേർക്കുക, എല്ലാം അരച്ച് ചേർക്കുകയാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഞാൻ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ ഇങ്ങനെ. ഞാൻ വീട്ടിൽ മീൻകറി വെക്കുമ്പോൾ അങ്ങനെ അരയ്ക്കുന്നതല്ലാതെ ഒരു കടയിൽ ഇത്ര കാലം വീഡിയോ എടുക്കാൻ പോയിട്ട് എവിടെയും കണ്ടിട്ടില്ല. പണ്ട് കാലത്തൊക്കെ ഇങ്ങനെ ആയിരുന്നല്ലോ, മിക്സിയും ഒക്കെ വരുന്നതിനൊക്കെ മുമ്പും കറിപ്പൊടികളൊക്കെ പാക്കറ്റിൽ കിട്ടുന്നതിന് മുമ്പൊക്കെ നമ്മൾ അങ്ങനെ തന്നെയാണല്ലോ ചെയ്തിട്ടില്ലേ. ആ ഒരു സ്വാദ്, നല്ല സ്വാദാണ്. അപ്പോൾ നല്ല സൂപ്പർ ഊണ്. ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും സ്വാദിൽ മീൻ വറുത്തത് കഴിച്ചിട്ടില്ല. മീൻ വറുത്തത് പൊതുവെ അങ്ങനെ ഇഷ്ടമുള്ള ഒരാളല്ല, പക്ഷെ നമ്മളെ ഊണിൻ്റെ കൂടെ കിട്ടിയ ആ കൊഴുവ വറുത്തത് മൊത്തം ഞാൻ ഒറ്റയ്ക്കാട്ടോ കഴിച്ചേ. അത്രയ്ക്ക് എനിക്ക് അതിൻ്റെ ഒരു സ്വാദ് ഇഷ്ടപ്പെട്ടു, ആ മസാല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ നോക്കിയാൽ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും വേളി ടൂറിസ്റ്റ് വില്ലേജ്. അപ്പോൾ അവിടേക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ ഉച്ച സമയത്താണെങ്കിൽ ഞായറാഴ്ച ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും ഇവിടെ വന്നാൽ ഊണ് കിട്ടും. 130 രൂപയാണ് വറുത്ത മീനും കൂടെ ചേർത്തിട്ട്. അല്ലാത്ത ഊണാണെങ്കിൽ 80 രൂപയും. അപ്പോൾ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നമ്പറും കൊടുത്തിട്ടുണ്ട്. പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരാം.